ഹായ് ഓൾ, വെൽക്കം ടു ഡ്രീം ഗാർഡൻ. ഇറ്റ്സ് മീ ഷാഹിന. ഇന്ന് നമ്മൾ ഒരു സെയിൽ മാത്രമായിട്ടല്ല, കമലിയ പ്ലാന്റിനെ കുറിച്ച് ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം തീർത്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പോട്ടി മിക്സ് മുതൽ അതെങ്ങനെയാണ് അതിനെ കെയർ ചെയ്യേണ്ടതെന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ നോക്കാം എന്തൊക്കെയാണ് നോക്കുന്നത്. ഈ ഒരു കമലിയ പ്ലാന്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും കരുതുന്ന ഒരു കാര്യം കൂളിംഗ് ആണ് ഇതിന് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അതായത് വയനാട്, മൂന്നാർ എന്നീ സ്ഥലങ്ങളിൽ മാത്രമേ ഇത് നന്നായിട്ട് പൂവിടുള്ളൂ എന്നൊക്കെയാണ് പലരും പറയുന്നത്. എന്നാൽ ഇപ്പോഴത്തെ കാലാവസ്ഥ വ്യതിയാനം അനുസരിച്ച് വയനാട്ടിലും മൂന്നാറിലൊക്കെ, മൂന്നാറിലെങ്ങനെ എനിക്കറിയില്ല, വയനാട്ടിൽ നല്ല ടെമ്പറേച്ചറും വരാറുണ്ട്. ആ ഒരു സമയത്ത് പോലും നന്നായിട്ട് പൂവിട്ട് തരുന്ന ഒരു ചെടിയാണ് ഈ കമലിയ. ഈ ഒരു റെഡ് കളറിൽ മാത്രമല്ല, വൈറ്റ്, പിങ്ക്, ഡബിൾ ഷെയ്ഡ് തുടങ്ങി ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ്. കൂടുതലായിട്ടും നോർത്ത് സൈഡിലും അന്യരാജ്യങ്ങളിലുമാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ എല്ലാ നഴ്സറികളിലും ഇപ്പോൾ ഇത് സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ കുറച്ച് റേറ്റ് കൂടുതലാണെന്ന് മാത്രം. ഇതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ നമ്മുടെ മണ്ണിൻ്റെ ആസിഡിക് കണ്ടൻറ്റ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആസിഡിക് pH ഉള്ള ഒരു മണ്ണിൽ വേണം നടാനായിട്ട്. ഇനി ഇൻ കേസ് നമ്മളെ മണ്ണിന് ആസിഡിറ്റി കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിലും അതിനെ ആസിഡിക് ആക്കി മാറ്റാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താൽ ഒരുപാട് മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. മെയിനായിട്ട് നമ്മളിപ്പോൾ പോട്ടി മിക്സിൽ ആസിഡിക് pHന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്നുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചാണകപ്പൊടികൾ ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ചാണകപ്പൊടി ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ ചേർക്കുന്നത് അത്ര നല്ല കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ 1 ടീസ്പൂണോളം കാപ്പിപ്പൊടി, നമ്മളെടുക്കുന്ന പോട്ടി മിക്സിലേക്ക് 1 ടീസ്പൂണോളം കാപ്പിപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് അതിനെ ആസിഡിക് pH ആക്കി മാറ്റുന്നത്. ഇടയ്ക്ക് നമ്മൾ ആസിഡിക് pH ഒന്ന് ചെക്ക് ചെയ്യുന്നതും pH ലെവൽ ഒന്ന് ചെക്ക് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ചെടിക്കും അതിൻ്റേതായ ആസിഡിക്കും ന്യൂട്രലും ആയിട്ടുള്ള pH ലെവൽസ് അത്യാവശ്യമാണ് അതിന് പൂവിടാനും വളർച്ചയ്ക്കും ഒക്കത്തിനും. പിന്നെ ഇതിന് ഒരുപാട് വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയല്ല. അതുകൊണ്ടുകൂടിയായിരിക്കും എല്ലാവരും കോമൺ ആയിട്ട് ഇത് വയനാട്ടിലും മൂന്നാറിലൊക്കെ മാത്രമേ പൂവിടൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ പോട്ടി മിക്സ് കറക്റ്റായിട്ടൊന്ന് നോക്കാം. നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഗാർഡൻ സോയിലും മണലും കോക്ക്പീറ്റും കൂടി മിക്സ് ചെയ്യാം. പിന്നീട് അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ, ഇപ്പം ഞാൻ കോക്ക്പീറ്റ് ഒഴിവാക്കിയിട്ട് നമുക്ക് മഴക്കാലമായതുകൊണ്ട് തന്നെ എല്ലുപൊടി യൂസ് ചെയ്യാം, സാഫും ഇടാം, അതേപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കോഫി പൗഡറും ആഡ് ചെയ്യാം. ഇങ്ങനെയുള്ളൊരു പോട്ടി മിക്സ് തയ്യാറാക്കുക. അതിൽ നടുമ്പോൾ പ്ലാന്റിനെ സെൻട്രലായിട്ട് തന്നെ നടാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സാണ് നമ്മൾ അയച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളതിനെ കറക്റ്റ് സെൻട്രലായിട്ട് തന്നെ നടുക. അങ്ങനെ നമ്മൾ ഈ പ്ലാന്റിനെ പോട്ട് ചെയ്താൽ പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ വാട്ടറിങ് ആണ്. വാട്ടറിങ് ചെയ്യുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചുവട്ടിൽ വെള്ളം ഒഴിക്കുന്നതിനോടൊപ്പം തന്നെ മുകൾ ഭാഗത്ത് ലീവ്സിൽ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വിട്ടുപോകരുത്. നല്ല ഹാർഡ് ആയിട്ടുള്ള സ്റ്റെംസും അതേപോലെ തന്നെ നല്ല ഹാർഡായിട്ടുള്ള ലീവ്സുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാന്റ് വൺസ് നമ്മൾ നട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും ആ പ്ലാന്റ് നശിച്ചു പോവില്ല. അത്രയ്ക്കും കരുത്തുള്ള തണ്ടാണ്. പിന്നെ ഇതിന് ഒരുപാട് വേര് പൊട്ടി ഇറങ്ങുന്ന ഒരു പ്ലാന്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നടുമ്പോൾ അത്യാവശ്യം ഒരു സൈസുള്ള പോട്ടിൽ നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ മതിയാവും ചെടി നന്നായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് വലിയ പോട്ട്സ് നോക്കി ചൂസ് ചെയ്യണമെന്നില്ല. പിന്നീട് അല്ലെങ്കിൽ ഒരു 1 ഇയർ കൂടുമ്പോൾ നമുക്ക് ആ പോട്ടിൻ്റെ വലിപ്പം ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടൊരു കാര്യം വളങ്ങളാണ്. വളങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് DAP, NPK അതുപോലുള്ള വളങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് കൃത്യമായ ഇടവേളകളിലായിരിക്കണം. അതിൻ്റെ അളവ് ഒരുപാട് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നൈട്രജൻ്റെ അളവ് കൂടിയിട്ട് പ്ലാന്റ്സിൻ്റെ ഫ്ലവറിങ് കുറയാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം, വളരെ സ്ലോ ഗ്രോത്തുള്ള ഒരു പ്ലാന്റാണ്. നമ്മളിപ്പോൾ അയച്ചു തരുന്ന ഈ തൈകൾ ഒരു 3 വർഷം കൊണ്ടൊക്കെ പൂക്കൾ തരുന്ന ഒരു തൈയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സ്ലോ ഗ്രോത്ത് ഉള്ളതാണ്. ഇന്ന് വാങ്ങിയിട്ട് നെക്സ്റ്റ് മന്ത് പൂ വിരിയണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന ടൈപ്പുള്ള പ്ലാന്റ്സ് അല്ല. കുറച്ചും കൂടി മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റ് നമ്മളെ അടുത്ത് ഉണ്ട്. എന്നാലും ആ പ്ലാന്റും പൂ വിരിയാൻ ഒരു 2 ഇയേഴ്സ് എല്ലാം എടുക്കും. പിന്നെ ഇത് ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മളടുത്ത് ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് റെഡാണ്, കുറച്ച് പിങ്കും അവൈലബിൾ ആണ്.
പിന്നെ ഈ പ്ലാന്റ് വളർന്ന് മെച്ചുവേർഡായി കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിറച്ച് മുട്ടുകളുണ്ടാവും. പക്ഷെ അതൊരിക്കലും ഫ്ലവറായിട്ട് വിരിഞ്ഞ് വരില്ല. കുറച്ച് ദിവസം മുട്ടായിട്ട് നിൽക്കും, പിന്നീട് ആ മുട്ട് തന്നെ കൊഴിഞ്ഞു പോകുന്നൊരവസ്ഥ കാണാറുണ്ട്. ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഫംഗിസൈഡ്സ് യൂസ് ചെയ്യാം. കൃത്യമായ ഇടവേളകളിൽ ഫംഗിസൈഡ്സ് യൂസ് ചെയ്യാം. അത് പോരാതെ അതല്ലാതെ നമുക്ക് എപ്സം സാൾട്ട് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ബ്ലൂംസിൽ മുട്ടുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മുട്ട് കൊഴിഞ്ഞു പോകുന്നൊരവസ്ഥ ഇല്ലാതായി കിട്ടും. നന്നായിട്ട് ഫ്ലവർ തരും. ഈ ചെടീൻ്റെ കൂമ്പുകൾ തന്നെ നമുക്ക് ഫ്ലവർ വിരിയുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ അത് പുതിയ ലീവ്സ് വരുന്നതാണ്, ഫ്ലവർ അല്ല. പെട്ടെന്നൊന്നും നശിച്ചു പോകാത്ത ഈ പ്ലാന്റിന് നഴ്സറികളിൽ എന്താണ് ഇത്രയും റേറ്റ് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ കുറച്ച് ഹാർഡായതുകൊണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് റൂട്ട് പിടിച്ചെടുക്കാൻ അത്യാവശ്യം നല്ല ടൈം എടുക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ റേറ്റും പലപ്പോഴും നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഞാൻ ഓൾറെഡി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. റേറ്റ് വരുന്നത് ഓരോ പ്ലാന്റിനും 130 റുപ്പീസ് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ 3 ഇയേഴ്സ് കൊണ്ട് തന്നെ നമുക്ക് നല്ല പൂക്കൾ കൃത്യമായിട്ട്, ഇതൊരു സീസണൽ പ്ലാന്റ് അല്ല ഒരിക്കലും, ഫ്ലവർ തരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് മെയിൻ്റെനൻസ് ആണെങ്കിൽ സ്ഥിരമായിട്ട് ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ് കമേലിയ. നല്ല ഭംഗിയുള്ള, നമുക്ക് ഏത് ഷേപ്പിലും വെട്ടി ബ്രൂൺ ചെയ്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പ്രൊപ്പഗേഷനിലും നമ്മളെ പോട്ടിങ്ങിലും പറയാനുള്ളത്. അപ്പോൾ ഞാനിതിൽ പോട്ടിംഗ് മിക്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പോട്ട് ചെയ്യേണ്ട രീതി പറഞ്ഞു, അതിന് കെയർ ചെയ്യേണ്ട ഡീറ്റെയിൽസും പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ താഴെ കമൻ്റായിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിൽ ഡയറക്റ്റായിട്ടോ മെസ്സേജ് അയച്ച് എൻക്വയറി ചെയ്യാവുന്നതാണ്. ഈ കമലിയ സുന്ദരിയെ കാണാൻ അതിമനോഹരിയാണ്. അതോടൊപ്പം തന്നെ നമ്മളിത് സെയിലിലും ഉണ്ട്. 130 റുപ്പീസാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം. പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും ബൈ.